അപ്പോൾ കഥ എങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ വിസാഖിൽ നമ്മൾ വണ്ടി എടുത്ത് വിസാഖിൽ നമ്മളൊരു 2 ദിവസം ഉണ്ടായിരുന്നു. അഫ്രീദ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അഫ്രീദ് വിജയവാഡയിൽ നിന്ന് വീട്ടിലേക്ക് പോയതാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് നേരെ നമ്മൾ പൂരിയിലേക്ക് വെച്ച് പിടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നമ്മൾ ഓർത്തത് റാഷിക്കിൻ്റെ കസിൻസ് വിസാഖിലുണ്ട്. അപ്പോൾ റാഷിക്കിൻ്റെ കസിൻസിനെ മീറ്റ് ചെയ്തിട്ടൊന്ന് പോകാമെന്ന്. പക്ഷേ റാഷിക്കിൻ്റെ കസിൻസ് വിസാഖിലായിരുന്നില്ല, ഇച്ഛാപുരത്തായിരുന്നു. ഞങ്ങൾ നേരെ ഇച്ഛാപുരത്തേക്ക് കിട്ടി. നമ്മുടെ ആവേശം സിനിമയിലെ പോലെ രംഗണ്ണനും പിള്ളേരും എന്നുള്ളൊരു സ്കീമാണ് അവിടെ. പ്രേം ഭായ് ആൻഡ് ഗ്യാങ് നല്ല സ്നേഹമുള്ള ടീംസാണ് അവർ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇനി കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ നല്ല കുറേ ഓർമ്മകളൊക്കെ തന്നു പോണ കുറേ ആൾക്കാരുണ്ടാവും. ആ ഒരു മൂഡിലാണ് ഈ കഥ പോണത്. മനസ്സിലായ വിസാഖിൽ നിന്ന് ഇച്ഛാപുരത്തേക്കൊരു 100-230 കിലോമീറ്റർ ഉണ്ടാവും. അവിടെയാണ് അവർ താമസിക്കുന്നത്. അതാണ് അവിടെയാണ് അവരുടെ ഗല്ലി. ഞങ്ങൾ റാഷിക്കിനെ കണക്ട് ചെയ്ത് റാഷിക്ക് വഴി റാഷിക്കിൻ്റെ കസിനെ കണക്ട് ചെയ്ത് ലൊക്കേഷനൊക്കെ കിട്ടുകയെന്ന് ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് സിംഹത്തിൻ്റെ മടയിൽ പ്രേം ഭായ്. പുള്ളിക്കാരൻ്റെ ഗരാജിലാണ്. ഗരാജല്ല, പുള്ളിക്കാരൻ്റെ ഒരു താവളം. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് നേരെ ചെന്നത്. പുള്ളിക്കാരൻ്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അവിടെ ചെറിയൊരു ഫോൺ സെറ്റപ്പാണ്. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഡാവാണ്. അവിടെ പുള്ളിക്കാരന് ഇതിനും ഏതിലും കുറച്ച് ടീമുകളുണ്ട്. പിന്നെ ഞങ്ങൾ 2 ദിവസം അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാനില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എടുത്തില്ല. അഫ്രീദും ഇല്ലല്ലോ. അപ്പോൾ അഫ്രീദ് നേരെ ഇച്ഛാപുരത്തേക്ക് വരാനുള്ള സെറ്റപ്പിൽ ഞങ്ങൾ അവിടെ 2 ദിവസം തമ്പടിച്ച്. പിന്നെ പ്രേംഭായും ഗ്യാങ്ങിനെയും പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഒറ്റ വീഡിയോയിലൊന്നും അവരെ പറ്റി പറഞ്ഞ് തീരൂല. അത്രയുണ്ട് അവരായിട്ടുള്ള സെറ്റപ്പ്. നമ്മളെ നല്ല രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത്, ഫുഡ് പിന്നെ റൂമൊക്കെ അവർ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ വന്നേരെ ഇപ്പം തന്നെ ടയേർഡായിരുന്നു. ഏകദേശം ഒരു സന്ധ്യാസമയമൊക്കെ ആയി, ഒരു 7-7:30 മണിയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്കും. ടയേർഡായിരുന്നു ഞങ്ങൾ. എന്നിട്ട് രാത്രിത്തെ ഫുഡ് അവർ മേടിച്ചു തന്ന് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ സെറ്റപ്പാക്കി തന്ന നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. ശാന്തി സമാധാനം. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ എണീറ്റ് നീലാകാശം പച്ചക്കടൽച്ച് വന്ന ഭൂമിയിൽ അവർ പൂരി പോകുമ്പോൾ ഇവർ ഈ ഒളിച്ച് കളിക്കാൻ പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, വഴിയിലിറക്കി വിടും, കാട്ടിലിറക്കി വിട്ടിട്ട് നേരെ കടപ്പുറത്ത് ചെന്നിരിക്കണം. ആ ഒരു സ്കീം ആ നീലാകാശം സിനിമയിൽ ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷൻ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഐഡൻറ്റിക്കലാണ് രണ്ടും. ഞങ്ങളപ്പോൾ അവിടെ പോയി അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്ന്. ആ ദിവസം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പാങ്കാലമായി. അമ്മ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ സൺറൈസ് കാണാനായിട്ട് നമ്മളും ജാവേദ് എന്നാണ് റാഷിക്കിൻ്റെ കസിൻ്റെ പേര്. ജാവേദും കമ്പനിക്കാരും കൂടി നമ്മുടെ ഒപ്പം ഇറങ്ങി. അവർ നമ്മളാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഒരു കുന്നിൻ്റെ മുകളിലേക്ക്. അവിടെ ഒരു ദർഗയാണ് സെറ്റപ്പ്. ഈ ഒരു പാറക്കുന്നിൻ്റെ മുകളിലാണ് ഈ ദർഗ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങൾ കയറി അവിടെ നിന്ന് സൺറൈസ് കാണാനുള്ള പരിപാടിയാണ്. സെറ്റ് പരിപാടിയായിരുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ആൻറ്റി സോഷ്യൽ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ പോണ വഴിയാണെങ്കിലും അവിടേക്കാണെങ്കിലും മൊത്തം ചപ്പ് ചവറ് അങ്ങനെ കുറേ ഗാർബേജ് ഐറ്റംസൊക്കെ കിടക്കണം. അതൊക്കെ സത്യം പറഞ്ഞാൽ ശോകമാണ്. അത് സോഷ്യലി റെസ്പോൺസിബിൾ അല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് അവിടെ വന്നെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ദർഗയെ മൊത്തത്തിൽ ഉള്ളിൽ, അതിന് ദർഗയുടെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, അത് ലോക്ക് ചെയ്തിട്ടേക്കനെയാണ്. പക്ഷെ അതിൻ്റെ പുറമേ നമുക്ക് വിഹരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പൊന്നും അങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല. അങ്ങോട്ടേക്കൊന്നും ആരും വരാറില്ലെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊന്നും ഒരു മെയിൻ്റനൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ അവിടെ നേരെ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് സൺറൈസ് കണ്ട് അങ്ങനെ ഇരുന്ന്. സൺറൈസ് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം വിഹരിച്ചിരുന്ന് നമ്മൾ ഇറങ്ങി. പിറ്റേ ദിവസം വെളുപ്പാങ്കാലമായപ്പോഴത്തേക്കും അഫ്രീദ് വന്ന് കയറി. ആരാ പോയി വിളിച്ചതെന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ കിടന്നുറക്കുമായിരുന്നു. അപ്പൂസ് അല്ലെങ്കിൽ അജു ആയിരിക്കണം പോയി വിളിച്ചിട്ടുണ്ടാവുക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ആ ദിവസം ഞങ്ങൾ അവനെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് ബൈ പറഞ്ഞ് പിരിഞ്ഞ്. ഇതാണ് മെയിൻ ദർഗ. നമ്മൾ ഒരു കുന്ന് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കവാടമാണ്. സത്യം പറഞ്ഞാൽ കവാടം എന്ന് പറയുമ്പോൾ വലിയ ഗേറ്റ് പോലെയൊന്നുമല്ല, ഒരു എൻട്രി സെറ്റപ്പ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് തന്നെ. അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറി വരുമ്പോഴാണ് ഈ ഒരു ദർഗ ഉള്ളത്. ഇത് പുറമേ ലോക്ക്ഡാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കാണാൻ പറ്റില്ല. ഞാനതിൻ്റെ ഉള്ളിൽ കൂടി നോക്കാൻ ശ്രമിച്ചു, പക്ഷേ വലുതായിട്ട് എനിക്കങ്ങനെ വലുതായിട്ട് മനസ്സിലായൊന്നുമില്ല.
പിന്നെ അതിൻ്റെ മുകളിൽ ആ ദർഗയുടെ ആ ഒരു പടി അവിടെ നിന്ന് 4 ഭാഗവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ സൺറൈസിൻ്റെ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശമൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവിടെ നൈസാണെങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണത്. പിന്നെ അവിടുത്തെ ടെറൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാവാനാണ് സാധ്യത. കാരണം അങ്ങനത്തെ ഒരു വറ്റി വരേണ്ട ഒരു അന്തരീക്ഷവും സ്ഥലവുമാണത്. പൊടി ഭയങ്കര കൂടുതലാണ്. പിന്നെ നടപ്പാതയൊക്കെ നല്ലതാണ്. പിന്നെ ഞങ്ങൾ വന്ന വഴി എന്ന് പറയുന്നതും ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡല്ല, പക്ഷേ നിരപ്പായിട്ടുള്ളൊരു റോഡ്. പക്ഷേ അത് കറക്റ്റായിട്ട് വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. 2 കാടുമല്ല, ഒരു പറ്റി വരേണ്ട സ്ഥലത്ത് കൂടിയുള്ളൊരു വരവായിരുന്നത്. പിന്നെ അഫ്രീദ് കൊച്ചിയിലേക്ക് പോയതുകൊണ്ട് തന്നെ അവന് സത്യം പറഞ്ഞാൽ 2 സ്ഥലങ്ങളും കിട്ടിയില്ല. അതായത് വിശാഖപട്ടണവും കിട്ടിയില്ല, ഇച്ഛാപുരവും മര്യാദക്ക് കിട്ടിയില്ല. വിശാഖപട്ടണത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് സ്ട്രീറ്റിൽ പോയി, പിന്നെ സൂയിൽ പോയി. ഇവിടെയാണെങ്കിലും പ്രേംബായിൻ്റെ ആ ഒരു കണക്ഷൻ, അവിടെ ഉള്ളവരായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് പരിപാടി, ഞങ്ങൾ സത്യം പറഞ്ഞാൽ സെറ്റ് പരിപാടിയായിരുന്നു. രംഗണ്ണൻ്റെ ബർത്ത്ഡേ പാർട്ടി പോലെയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. മറ്റേ ആവേശം സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ബർത്ത്ഡേ പാർട്ടിയില്ലേ, ആ പാട്ടും ഡാൻസും ആ ഒരു നൈസായിരുന്നു. നല്ലൊരു അന്തരീക്ഷവും നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളെ അവർക്ക് വലിയ കാര്യമായിരുന്നു. അഫ്രീദ് വന്നത് ലാസ്റ്റ് ദിവസമായി പോയി. പിന്നെ നമുക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത് കൊണ്ടിട്ടാണ് ആ ദിവസമെങ്കിലും നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ അവർ വിടറുണ്ടായിരുന്നില്ല അവിടെ നിന്ന്. നിങ്ങളിവിടെ നിൽക്ക്, കുറച്ച് ആൾ കണ്ടു പോകാന്നുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു. നമ്മളാണ് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയത്. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മ, തിരിച്ചു കിട്ടാത്ത മധുരം നുകരുന്നൊരു ഓർമ്മ. അതാണ് ഇവിടുത്തെ ചൂലെന്നാണ് അജു പറയണത്. ഇവിടെ ചൂലെന്നാണ് ഇവര് പറയണത്. ये कैसा है? ऑलरेडी वीडियो है. वीडियो है? अरे नोट చేయను బండి మీద కన్ను ఆ వీడియో బ్యాంక్ రా. ഈ കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ പ്രേംബായിയുടെ ആണ് ആ ഹോള്. പിന്നെ ആ സൈഡിൽ തന്നെ ഒരു ഗരാജൊക്കെ കണ്ടില്ല, അവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു നീല കളർ സെറ്റപ്പ്, ഇതൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള വണ്ടികളാണ്. അതുകൂടാതെ അവർക്ക് വേറെ കുറച്ച് കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ അവരെ കാണുമെന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മളാരെന്നോ എന്തെന്നോ അറിയാതെ അവരൊരുപാട് ട്രീറ്റ് ചെയ്തു. ചിലപ്പോൾ റാഷിക്കിനോട്ടുള്ള ബഹുമാന സൂചകമായിരിക്കാം. റാഷിക്കിന്റെ കസിൻ ആ കൂട്ടത്തിൽ ആ ഗ്യാങ്ങിലുള്ളതായതുകൊണ്ട് അവനോടുള്ള ഒരു ബഹുമാന സൂചകമായിരിക്കാം. പിന്നെ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, അവർ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു കൾച്ചർ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലുതാണ്. നൈസ് ആൾക്കാരാണ് അവർ, നൈസ് ആൾക്കാർ.